ഈശോ മിശിഹായുടെ സുവിശേഷത്തിന് ജീവിതം കൊണ്ട് വ്യാഖ്യാനം രചിച്ചവരാണ് വിശുദ്ധർ. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ മിശിഹായുടെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, വരാനിരിക്കുന്നവയോ ഒന്നിനും ഈശോ മിശിഹായിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുവാൻ സാധ്യമല്ല എന്നുള്ള വചനം ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് സഹനങ്ങളെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയവരാണ് ഈ വിശുദ്ധരും രക്തസാക്ഷികളും. ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമായി അവർ കരുതി അവർ അതിനു മുമ്പിലേക്ക് സന്തോഷത്തോടെ കടന്നു ചെല്ലുകയും ഈശോയുടെ സ്നേഹത്തെ പ്രതി അവ സ്വീകരിക്കുകയും ചെയ്തു. ഈശോ മിശിഹായെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനും പീഡിപ്പിക്കപ്പെടുമെന്നുള്ളതായ വിശുദ്ധഗ്രന്ഥ വചനം അവരുടെ ജീവിതത്തിലും പ്രാവർത്തികമായി. വിശുദ്ധരെ വണങ്ങുന്നതിന് സഭ എക്കാലവും പ്രത്യേകമായ താല്പര്യം കാണിച്ചിരുന്നു. ആദിമസഭ പ്രത്യേകിച്ചു അവരുടെ ശവകുടീരങ്ങളിലെ മണ്ണാണ് ഹന്നാൻ വെള്ളം ഉപയോഗിക്കുവാനായിട്ട് ആദിമസഭയിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അത്രമാത്രം അവരുടെ ശരീരത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പൗത്രീകൃതമാവുകയാണ് മണ്ണ് എന്നുള്ള കാര്യവും വിശുദ്ധരുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീക്കോയി ഇടവകയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ പള്ളിയിൽ 1500ഓളം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ പൊതുവണക്കത്തിനായും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായും നമ്മൾ ഒരുക്കുകയാണ്. ഈ മാസം 14, 15 തീയതികളിൽ വിശുദ്ധ കാർലോ അക്വിറ്റസിൻ്റെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ആത്മീയ വിരുന്ന് നമുക്കായി ഇവിടെ ഒരുക്കുകയാണ്. അന്നേ ദിവസം നമ്മുടെ പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ച് ഈ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിക്കുന്നതിനും അവസരമുണ്ട്. വൈകുന്നേരം 5 മണി വരെയായിരിക്കും അതിനുള്ളതായ സമയം. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങുവാനും മാധ്യസ്ഥം യാചിക്കുവാനും ഒരു ആത്മീയ വിരുന്നായി ഇതിനെ കണ്ട് ആത്മീയ ഉണർവിലേക്ക് എന്നെ സ്വീകരിക്കുവാനും നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.